കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് സ്ഥാപനമായ ഹൈറിച്ചിന്റെ സിഇഒയും MD ആയ പ്രതാപന്റെ ഭാര്യയുമായ ശ്രീന പ്രതാപൻ കഴിഞ്ഞ ദിവസം പോലീസിന് മുന്നിൽ ഹാജരായിരുന്നു. കോടതിയിൽ മാഡത്തിന്റെ ജാമ്യാപേക്ഷയും ഉടനെ പരിഗണിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ FIR ഇട്ടവർക്കെല്ലാം പണം തിരികെ കൊടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തല ഊരാനാകും ഇവർ ശ്രമിക്കുന്നത്. അതാണ് സേഫായ ഏറ്റവും നല്ല മാർഗം. എന്നാൽ FIR ഇടാതെ ഇപ്പോഴും ഇവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കുറെ പൊട്ടന്മാരെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവരുടെ വിചാരം അല്ലെങ്കിൽ പറഞ്ഞ് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് ഈ മണി ചെയിൻ കമ്പനി തിരിച്ചു വന്ന് വീണ്ടും അതേപോലെ ബിസിനസ് ചെയ്യുമെന്നും വീണ്ടും ആളുകളെ ചേർത്ത് പൂൾ ഇൻകം കിട്ടും എന്നുമാണ്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അതൊക്കെ വിശ്വസിക്കുന്നവരാണ് ഹൈറിച്ചിന് ജയ് വിളിക്കുന്ന കുറെ ആളുകൾ. ഇപ്പോൾ ഒരു പുതിയ സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി. ഇതെന്താണെന്ന് പല മെമ്പർമാർക്കും ഇതുവരെ മനസ്സിലായിട്ടുമില്ല. ശരിക്കും എന്താണ് ഈ സൊസൈറ്റി? കോടികൾ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കുറെ ലീഡർമാരുണ്ട്. അവർക്കെതിരെ കേസുകളൊന്നും വരാതിരിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം. അതായത് പണം പോയവരെ ഒരിക്കൽ കൂടെ നൈസായിട്ട് പറ്റിക്കുന്നു. കൂട്ടത്തിൽ 200 രൂപ വെച്ച് പിരിവും നടത്തുന്നുണ്ട്. 14 ലക്ഷം മെമ്പർമാർ ഇങ്ങനെ 200 ഇട്ടാൽ തന്നെ ഏതാണ്ട് 30 കോടിക്ക് മുകളിൽ കിട്ടും. ഇനി ഇവരുടെ സൊസൈറ്റിയിലെ ലീഡർമാരെയും കാശുപോയ ആളുകളെയും എങ്ങനെ തിരിച്ചറിയാം എന്നതാണ്. ഇവരുടെ മീറ്റിംഗിൽ പോയി നോക്കിയാൽ അത് മനസ്സിലാകും. സ്റ്റേജിൽ ഇരിക്കുന്നവർ കോടികൾ ഉണ്ടാക്കിയവരും താഴെ ഇരുന്ന് കൈയടിക്കുന്നവരും ജയ് വിളിക്കുന്നവരും പണം നഷ്ടപ്പെട്ടവരുമായിരിക്കും. ഇനി ഈ പാവങ്ങൾക്ക് എങ്ങനെ പണം തിരികെ കിട്ടും? ആ സ്റ്റേജിൽ ഇരിക്കുന്നവർക്കെതിരെ കേസ് കൊടുത്താൽ പണം കിട്ടും. എന്നാൽ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാനാണ് ഈ പുതിയ സൊസൈറ്റി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ആഴ്ച വിഷുവാണ്. അപ്പോഴും നമ്മുടെ പ്രതാപൻ സാർ ജയിലിൽ തന്നെയാണ്. പുറത്തു വന്നിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് ഇവരുടെ ലീഡർമാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് കോടതിയുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സാവകാശത്തിൽ പതുക്കെ ജാമ്യത്തിന് ശ്രമിക്കാം എന്നാണ് അവർ പറയുന്നത്. പ്രതാപൻ സാറിന് എന്താണ് ബെയിൽ കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയിൽ ആപ്ലിക്കേഷൻ നമ്മൾ മൂവ് ചെയ്തിട്ടില്ല. മൂവ് ചെയ്യാത്ത ഒരു കാര്യത്തിന് ബെയിൽ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല. എന്തുകൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അപ്പീലായിരുന്നു. അതിനുശേഷം FIR കോച്ചിങ് ആയിരുന്നു. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്താൽ മതിയെന്ന് പ്രതാപൻ സാർ തന്നെ നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ടാണ് സാറിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഇത്ര ഡിലേ വന്നത്. ഇനി ഈ വെക്കേഷൻ കഴിയുന്ന സമയത്ത് ഓൾറെഡി നമ്മളത് ആ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. ദൈവമാണെന്ന് ഇവരൊക്കെ പൊക്കി പറഞ്ഞ ഒരുത്തനെയാണ് മാസങ്ങളായി ജയിലിൽ ഇട്ടിരിക്കുന്നത്. ഒരു ജാമ്യം പോലും കിട്ടാത്ത പോലെയുള്ള പൂട്ടാണ് പ്രതാപൻ സാറിന് കിട്ടിയത്. ഒരുപക്ഷെ പ്രതാപനും അത് തന്നെയാകും ആഗ്രഹം. കാരണം പുറത്തിറങ്ങിയാൽ പലരും പണം ചോദിച്ചു വരും. തീരെ സൈകെട്ട ചിലരുടെ പ്രതികരണം എന്താണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ജയിൽ തന്നെയാണ് സുരക്ഷിതമെന്ന് പ്രതാപൻ കരുതിയതിൽ തെറ്റ് പറയാനും ഇല്ല. ഇതിനിടെ CPM-ന്റെ വലിയ നേതാവാണെന്ന് സ്വയം പറയുന്ന മൊയ്തീൻകുട്ടി എന്നയാൾ പല വിഡ്ഢിത്തരങ്ങളും വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. അതിന് കമന്റായി ഹൈറിച്ചിലെ മണ്ടന്മാരുടെ പഴയ ടീമും ഇറങ്ങിയിട്ടുണ്ട്. ഒരിടയ്ക്ക് നിർത്തിവെച്ച ശാപവും പ്രാകലും ഒക്കെ വീണ്ടും വന്നു തുടങ്ങി. നല്ല നിലവാരമുള്ള ആളുകൾ തന്നെയാണ് ഈ മണി ചെയിനിൽ ചേർന്നത് എന്ന കാര്യത്തിൽ നമ്മൾ മലയാളികൾക്ക് തീർച്ചയായും അഭിമാനിക്കാം.